പെണ്ണുങ്ങളെ ഇയാൾ ഇതാക്കിക്കൊണ്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം. ജസ്ന മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ജസ്നയുടെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. കാരണം പബ്ലിക്കിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഷാജി വന്ന് വേറൊരു ലെവലിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്ത് പറയണം എന്ത് പറയണ്ട എന്നൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്നിട്ട് ഓരോരുത്തരെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ, അഹങ്കാരങ്ങൾ, അങ്ങനെയുള്ള ഓരോരോ ധാർഷ്ട്യങ്ങൾ. ശരിക്കും ഷാജിദയ്ക്ക് 8ന്റെ പണി, ഷാജിദയുടെ ഈ സംസാരം കാരണം ഷാജിദയ്ക്ക് 8ന്റെ പണി തന്നെ കിട്ടിയിരിക്കുകയാണ് ഇപ്പോൾ. 5 മാസങ്ങൾക്ക് മുൻപ് ഒരു വീഡിയോയിൽ വന്നിട്ട് എന്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു പോയി, എനിക്ക് 5 മക്കളുണ്ട്, ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ശരിക്കും എല്ലാവർക്കും സഹതാപമായിരുന്നു, സ്നേഹമായിരുന്നു. എല്ലാവരും അവരെ ചേർത്ത് നിർത്തി സബ്സ്ക്രൈബ് ചെയ്ത് കുറച്ച് അക്കൗണ്ടൊക്കെ റീച്ചായി, കുറച്ച് ക്യാഷ് ഒക്കെ കിട്ടി. അപ്പോഴേക്ക് ഷാജിദയുടെ ലെവൽ അങ്ങ് മാറുകയാണ് ചെയ്തത്. ഇപ്പൊ അഹങ്കാരമായി, മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് ഒരു പുച്ഛഭാവമാണ്. ചെറിയ രീതിയിലൊന്നുമല്ല, എല്ലാവരും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഷാജിദ വീഡിയോയിൽ വന്നിട്ട് പറയാണ്, എന്റെ കല്യാണമാണ്, എന്റെ നിക്കാഹ് കഴിഞ്ഞു, ഇനി എന്നെ ആരും വിധവ എന്ന് വിളിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡയലോഗൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയ ചെക്കനുമായിട്ട്, ഒരു പയ്യനുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ പരക്കെ ഒരു സംസാരം ഉണ്ടായി. ഷാജിദായേക്കായി ഇളയ ചെറുക്കനെയാണ് ഷാജിദ കല്യാണം കഴിച്ചത് എന്നും പറഞ്ഞിട്ട്. അപ്പോ കുറെ പേര് ഇങ്ങനെ ഷാജിദയോട് ചോദിക്കാൻ തുടങ്ങി, എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്, കല്യാണം കഴിച്ചപ്പോ കുറച്ച് ഏജുള്ള ഒരാളിനെ കല്യാണം കഴിച്ചുകൂടെ, ഈ 5 മക്കളുള്ള ഷാജിദ ഈ കൊച്ചു ചെറുക്കനെ കല്യാണം കഴിച്ചാൽ അത് പിന്നീട് അത് ദോഷമാവില്ലേ എന്ന് കരുതിയിട്ടാണ് ആൾക്കാർ ചോദിച്ചത്. അപ്പൊ ഷാജിദയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഞാൻ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം, ഞാൻ കിളവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾക്ക്. കല്യാണം കഴിച്ച ചെറുക്കന്റെ പേര് ഷറഫ് അലി എന്നാണ്. ഷാജിദ ചോദിക്കുന്നുണ്ട്, ഞാൻ കിളവനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം, അല്ലെങ്കിൽ ഇപ്പൊ ചെറിയ ചെറുക്കന്മാർക്ക് ആന്റിമാരോടാണ് കൂടുതൽ ഇഷ്ടം എന്ന് ഷാജിദ പറയുന്നുണ്ട്. ഇതിനിടയ്ക്കാണ് അങ്ങനെ പോകുമ്പോഴാണ് സൂഫി സഫർ എന്ന ചാനല് ഷാജിദയുടെ ഒരു വോയിസ് പുറത്തുവിടുന്നത്. അയാൾ അതിൽ പറയുന്നത് ഷറഫ് അലി അല്ല ഷാജിദയ്ക്ക് നിക്കാഹ് കഴിക്കാൻ വേണ്ടിയിട്ട് മഹർ വാങ്ങി നൽകിയത്. അത് മഹർ വാങ്ങി നൽകിയത് റൌഫ് എന്ന് പറയുന്ന വേറൊരാളാണ്. ആ റൌഫുമായിട്ട് കല്യാണം എല്ലാം നിശ്ചയിച്ച് റൌഫിന്റെ പൈസ കൊണ്ടാണ് ഈ മഹർ വാങ്ങിയത്. മഹർ വാങ്ങിയിട്ടുണ്ട് മറ്റേ ഷറഫ് അലിയുടെ കൂടെ കറങ്ങാൻ പോവുക. ഇപ്പം എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം, മഹർ വാങ്ങിക്കാൻ ക്യാഷ് അയച്ചു താ എന്നൊക്കെ പറയുന്ന ഷാജിദയുടെ വോയിസ്, അതായത് റൌഫിന് അയച്ച വോയിസ് കറക്റ്റ് ആയിട്ട് നമ്മളെല്ലാവരും കേട്ടതാണ്. എന്തായാലും ഒരാളെ കല്യാണം കഴിക്കുക, മറ്റൊരാളെ നിക്കാഹ് ഉറപ്പിക്കുക, എന്നിട്ട് മറ്റൊരാളുമായിട്ട് കറങ്ങി നടക്കുക, ഇതിനൊക്കെ എന്താ പറയുക. പെണ്ണുങ്ങളെ ഇയാൾ ഇതാക്കിക്കൊണ്ട് ജസ്നാന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞുതരാം. ജസ്നാന്റെ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്തു. ജസ്ന ഗൾഫിൽ പോയത് വേറൊരു ചങ്ങായിനായിട്ട് മീറ്റ് ചെയ്യാനാണ്. ജസ്ന ഭയങ്കരമായിട്ട് ഫ്രോഡാണ്. അവള് ഭർത്താവിനെ മറിച്ചിട്ട് വേറൊരു ചങ്ങായി അവൾക്ക് ഫ്രീ ആയിട്ട് വിസയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. അതൊക്കെ ഇയാൾ അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറെ പ്രശ്നം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ജസ്നാന്റെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഏകദേശം ഇയാൾ ഏത് രൂപത്തിൽപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. കൂടെ നിൽക്കുന്ന ആൾക്കാരനൊക്കെ ഇങ്ങനെ മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞിട്ട്, സത്യം പറഞ്ഞാൽ ഞാനൊരു യൂട്യൂബറാണ്, അവളൊരു യൂട്യൂബറാണ്, അപ്പൊ അവളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഇയാൾ ഏത് തരത്തിൽ കളിക്കുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. നാട്ടിൽ വന്ന അവളുടെ കാറ് കൊണ്ട് അലയിലുണ്ട്. ഞാൻ മറ്റേ എന്താണ് വീഡിയോ എടുക്കണ ജിംബൽ അങ്ങനെ എന്തൊരു സാധനം ഉണ്ടല്ലോ, വീഡിയോ എടുക്കാൻ പറ്റിയ ആ സംഭവം. നമുക്ക് യൂട്യൂബ് കൈകാര്യം ചെയ്യേണ്ടി പറഞ്ഞാലും നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് ആകെയുള്ള ഒരു സെൽഫി സ്റ്റിക്കും വേറുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, ക്യാഷ് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവളുടെ കുടുംബം ഞാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവളെ ഞാൻ നാട്ടിൽ വരുമ്പോൾ അവൾക്ക് വേണ്ട സാധനങ്ങൾ അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുക്കലുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവളെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഏകദേശം അയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി.
അപ്പോൾ എന്താണ് അവളെ വിട്ടപ്പോൾ എന്നെ പിടിച്ചതാണ് സംഭവം. എനിക്ക് മനസ്സിലായപ്പോൾ ഞാനത് അയാളുടെ ക്യാരക്ടറിനനുസരിച്ചിട്ട് ഞാൻ ഷാജിദ 2 ദിവസം മുൻപ് ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ എന്തായാലും താനോ നാറി, അപ്പൊ മറ്റുള്ളവരും കൂടി നാറട്ടെ എന്ന് കരുതിയിട്ട് റൌഫിനെതിരെ കുറെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇയാളിന്റെ സംസാരം, ഇയാൾ ഡെയിലി വിളിക്കുക, രാത്രി വിളിക്കുക, അങ്ങനെ പിന്നെ എന്റെ കുറെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ അയച്ചു തരാൻ പറഞ്ഞിട്ട് അതൊക്കെ അയച്ചു കൊടുത്തു. ഇയാളുടെ വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ഇയാളുടെ താത്താനോട് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇയാൾ കുറച്ച് വേറെ വശങ്ങൾ ഞാൻ പറഞ്ഞു. ഇയാളുടെ ഫ്രണ്ട് മുഖേനയും വേറെ കുറച്ച് ആൾക്കാർ മുഖേനയും ഞാൻ ഇയാളുടെ റിയൽ ക്യാരക്ടർ, പിന്നെ ഇയാൾ തന്നെ എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും യൂട്യൂബർ ജസ്ന ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ വീഡിയോസും അപ്പൊ അവളും ഇയാളായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. ഇയാൾ എന്നോട് ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷം രൂപയോളം ഞാൻ അവൾക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അവൾ എന്നെ പറ്റിച്ചു. ഇതുപോലെ വാച്ച് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നാട്ടിൽ വരുമ്പോൾ എന്റെ വണ്ടിയിലാണ് അവൾ വീഡിയോ എടുക്കാനൊക്കെ വരല്. അവളുടെ ഹസ്ബൻഡ് വരലുണ്ട്. അങ്ങനെ ജസ്നാനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. അപ്പൊ ജസ്ന എന്നിട്ട് പറഞ്ഞു, ജസ്ന എന്താണ് ഇതേപോലെ എന്നെ പറ്റിച്ചു, അങ്ങനെ അവളായിട്ട് വഴക്കായി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 3 ലക്ഷം രൂപ ആ പെണ്ണിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബേഴ്സിനെ തെരഞ്ഞു പിടിച്ച് ഇയാൾ പൈസ അയച്ചു കൊടുക്കുക, പിന്നെ ഇയാളെ ക്യാരക്ടർ ഭയങ്കര മോശമാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് തോന്നി ഇയാൾ ശരിയാവില്ല, ഇത് നല്ലതല്ല, കാരണം അയാളുടെ സ്വഭാവം നല്ലതല്ല എന്ന് എനിക്ക് തോന്നി. ആണെങ്കിൽ കണ്ട പെണ്ണുങ്ങളോടെല്ലാം ഇങ്ങനെയാണ്. റൌഫ് എല്ലാ പെണ്ണുങ്ങൾക്കും ക്യാഷ് അയച്ചു കൊടുക്കാറുണ്ട്. ജസ്ന എന്ന് പറയുന്ന പെണ്ണിന് ക്യാഷ് 3 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആരെയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താവോ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷാജിദയ്ക്കൊന്ന് അടങ്ങാമായിരുന്നു. ഇത്രയും കിടന്നങ്ങ് വയലന്റ് ആയിട്ട് സംസാരിക്കാതെ കുറച്ചൊക്കെ ഒന്ന് അടങ്ങാമായിരുന്നു. ഇപ്പം ഷാജിദ ഓരോന്ന് പറഞ്ഞ് കൂട്ടിയത് കൊണ്ടാണ് ഓരോരുത്തരും മുന്നോട്ട് വരുന്നത്. അപ്പോ ഇതിനെതിരെ നമ്മളൊക്കെ ഇങ്ങനെ പറയുമ്പം ഷാജിദ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കുറച്ചൊക്കെ അവൾ ഒതുങ്ങണ്ടേ? സ്വയം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷാജിദ. ജസ്നയ്ക്കെതിരെ എന്തൊക്കെയോ കിടന്നും വിളിച്ചു പറയുകയാണ്. 3 ലക്ഷം രൂപ റൌഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, പിന്നെ റൌഫുമായിട്ട് വണ്ടിയിൽ നാട്ടിൽ വരുമ്പോ അവർ രണ്ടുപേരുടെ വണ്ടി കറങ്ങാൻ പോന്ന്, അങ്ങനെ ഇങ്ങനെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണ്. ശരിക്കും ഒരു പെണ്ണിനെ ഇങ്ങനെയൊക്കെ പരസ്യമായിട്ട് അപമാനിക്കുന്നത് നല്ല കാര്യമാണോ? ഈ ഷാജിദയെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഷാജിദയ്ക്ക് നമുക്ക് ഷാജിദയുടെ ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല. പക്ഷെ പബ്ലിക്കിൽ വന്നിരുന്നിട്ട് ഒരു പെണ്ണിനെ ഇത്രയ്ക്ക് അങ്ങ് വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് അതൊക്കെ നല്ല കാര്യമാണോ? അപ്പൊ ഈ ഷാജിദയെ ന്യായീകരിക്കുന്നവർ അതിനൊന്നൊരു മറുപടി പറയും. ശരിക്കും എന്താ, ജസ്ന മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഷാജിദയ്ക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. എന്തായാലും ജസ്നയുടെ സ്ഥാനത്ത് ആരായാലും ഇതൊക്കെ തന്നെ ചെയ്യുള്ളൂ. കാരണം പബ്ലിക്കിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്തരം നാറ്റിച്ച് എത്രയ്ക്ക് കിടന്നില്ല മോശമായിട്ട് ഒരു പെണ്ണിനെ കുറിച്ചിട്ട് ഇത്ര മോശമായിട്ട് സംസാരിക്കുമ്പോൾ ആരായാലും അങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. എന്തായാലും ഇനി പാരിതോഷികങ്ങൾ കൊടുത്ത് ഈ കേസ് ഒത്തീർപ്പാക്കാൻ ഷാജിദ ശ്രമിക്കട്ടെ. എന്തായാലും ഇനി എന്താണോ വരുന്നതെന്ന് നമുക്ക് കണ്ടു കാണാം. കുറച്ചൊക്കെ ഷാജിദ ഒന്ന് കുറച്ചൊക്കെ ഒരു അഹങ്കാരം കുറച്ചിരുന്നു എങ്കിൽ മറ്റുള്ളവരെ അവളെന്തോ പറഞ്ഞോ, പക്ഷെ മറ്റുള്ളവരെ പിടിച്ച് ഇതിനകത്ത് കരുവാക്കേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഇനി കണ്ടറിയാം. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ.